ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഫാറൂഖ് പരേടത്ത്. നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് ക്ലാസ്സിൻ്റെ 13ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോകൾ നമ്മളെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നിർബന്ധമായിട്ടും കാണുക. അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രികളിലെ ഒരു 3ാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയാണ്. നമ്മൾ 2 അഡ്ജസ്റ്റ്മെന്റ് എൻട്രി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എന്താണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്? അതായത് നമുക്കൊരു ഇൻകം മുൻകൂട്ടി കിട്ടുക. അത് നമ്മൾ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ലാബിലിറ്റിയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യാതെ നമുക്ക് ക്യാഷ് കിട്ടുകയാണ്. നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു ബൈക്കിന്റെ വർക്ക്ഷോപ്പ്, ഓക്കെ. അപ്പൊ നമ്മളൊരു മാർച്ച് 31 നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുകയാണ്. അപ്പൊ മാർച്ച് 31 നമ്മളൊരു ബൈക്ക് നന്നാക്കാൻ കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് നന്നാക്കാൻ വേണ്ടി നമുക്ക് ഒരു 10,000 രൂപ അഡ്വാൻസ് വേണമെന്നാണ്. അപ്പൊ അദ്ദേഹം നമുക്ക് എന്ത് ചെയ്തു, ആ 10,000 രൂപ അഡ്വാൻസ് തന്നു. നമ്മൾ ആ വർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. വർക്ക് നമ്മൾ അടുത്ത വർഷം ചെയ്ത് കൊടുക്കുള്ളൂ. ഇപ്പൊ മാർച്ച് 31 കഴിഞ്ഞ പിന്നെ ഏപ്രിൽ, അടുത്ത വർഷം ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുള്ളൂ. നമുക്ക് ക്യാഷ് കിട്ടിയതോ ഈ ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ആ വർഷം ഒരു 2 ലക്ഷത്തിന്റെ സർവീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇൻകം ആയിട്ട് 2 ലക്ഷം നമ്മുടെ സർവീസ് ആയിട്ട് ആ വർഷം വന്നിട്ടുണ്ട്. സർവീസ് ചാർജ് ആയിട്ട് 2 ലക്ഷം നമ്മുടെ ഇൻകം ആയിട്ട് വന്നിട്ടുണ്ട്. കൂടെ ഈ 10,000 കിട്ടിയപ്പോൾ നമ്മൾ അതും ഒരു ഇൻകത്തിൽ കൂട്ടി. അങ്ങനെ 2,10,000 എന്ത് ചെയ്തു, നമ്മൾ ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ നോക്കിയപ്പോൾ സർവീസ് ചാർജ് എന്ന് പറഞ്ഞ് എത്ര ഉണ്ട്, 2,10,000 കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ യഥാർത്ഥ ഇൻകം ആ വർഷം എത്രയേ ഉള്ളൂ, 2 ലക്ഷം ഉള്ളൂ. ഈ അഡ്വാൻസ് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതും ഒരു ഇൻകം ആയിട്ട് കാണിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അക്രൂവൽ ബേസിസ് ആവുക നമ്മുടെ ആ വർഷത്തെ ഇൻകം ആ വർഷം കാണിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇടണം. എങ്ങനെ ഇടണ്ടേ? ഇപ്പോ ഇതൊരു ഇൻകം ആയിട്ട് നമ്മൾ കാണിച്ചു. ഇൻകം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻകം കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഇൻകത്തിന്ന് ഈ 10,000 കുറക്കണം, ഇൻകം കുറക്കണം. അപ്പൊ ഇൻകം കുറക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ സർവീസ് ചാർജ് റിസീവ്ഡ് അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ 10,000 ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇത് നേരത്തെ നമ്മൾ ഇൻകത്തിൽ കൂട്ടിയതാണ്. അപ്പൊ ഇൻകം കുറയാൻ വേണ്ടി ആ ഇൻകത്തിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് ടു സർവീസ് ചാർജ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് നമ്മൾ 10,000 കാണിച്ചു. ഇത് നമ്മളെ ബിസിനസ് സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ലാബിലിറ്റി ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തത്. ലാബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ഈ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഇൻകം സൈഡിൽ ഇത് ഡെബിറ്റ് സൈഡ് ആണ്, ഇത് ക്രെഡിറ്റ് സൈഡ് ആണ്. ഈ ഇൻകം സൈഡിൽ എന്തുണ്ടാവും, ലെസ് എന്ന് പറഞ്ഞാണ്ട് സർവീസ് ചാർജ് അഡ്വാൻസ് എന്ന് പറഞ്ഞ് ഈ 10,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോ ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ, 2 ലക്ഷം പിന്നെ ഇവിടെ കാണിക്കുള്ളൂ. ഈ 10,000 നമ്മൾ മൈനസ് ചെയ്തു, 2 ലക്ഷം. അതേപോലെ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡില് പിന്നെ സർവീസ് ചാർജ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് 10,000 എടുക്കുന്നുണ്ടാവും.
നമ്മുടെ ലാബിലിറ്റി ആണ്. അതുകൊണ്ട് ലാബിലിറ്റി സൈഡിൽ 10,000 സർവീസ് ചാർജ് അഡ്വാൻസ് കിട്ടിയത് അവിടെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലും കാണിച്ചിട്ടുണ്ടാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകം സൈഡിൽ നിന്ന് നമ്മുടെ നിലവിലെ സർവീസ് ചാർജിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ടാവും. ആദ്യം 2,10,000 ആയിരുന്നു കാണിച്ചിരുന്ന, ഈ 10 മൈനസ് ചെയ്തോടുകൂടി 2 ലക്ഷം. അപ്പോൾ നമ്മൾ യഥാർത്ഥ ഇൻകം 2 ലക്ഷം ഉള്ളൂ. ഇതാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റിന്റെ ട്രീറ്റ്മെന്റ്. ഇത് നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നോക്കാം. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ്, അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം. അതെന്താണ് അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഓർ അക്രൂഡ് ഇൻകം? ഇത് നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്, ഒരു കറന്റ് അസറ്റാണ്. കാരണം നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്തു കൊടുത്തു. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ബൈക്ക് വർക്ക്ഷോപ്പ് തന്നെ നമ്മൾ കൂട്ടുക, ഒരു സർവീസ് സെന്റർ, ബൈക്ക് നന്നായി കൊടുക്കുന്ന ഒരു സെന്റർ. നമ്മളൊരു ബൈക്ക് ഈ മാർച്ച് 31 എന്ത് ചെയ്തു, നമ്മൾ സർവീസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോ 10,000 രൂപയാണ് ആ സർവീസ് ചാർജ്. നമ്മൾ സർവീസ് ചെയ്ത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ക്യാഷ് ഞാനൊരു 10 ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ ഇൻകം ഏതാണ്, നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ആണ്. പക്ഷെ അദ്ദേഹം ഈ ഇൻകം ഈ വർഷം നമുക്ക് തന്നില്ല. നമ്മൾ ഇതിന് മുന്നേ 1,90,000 നമ്മൾ ഓൾറെഡി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇൻകം നമ്മൾ സർവീസ് ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വർഷം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ, നമ്മുടെ ഈ 10,000 ഈ വർഷത്തെ ഇൻകാണ്. ഈ 1,90,000 കൂടി 10,000 കൂടി ഈ വർഷം കൂട്ടണം. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഇൻകം 2 ലക്ഷമാണ്. പക്ഷെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ നോക്കുമ്പോൾ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാണ്ട് കാണിക്കുന്ന എത്രയാണ്, 1,90,000 കാണിക്കുന്നുള്ളൂ. അപ്പൊ നമ്മള് 10,000 ഈ വർഷത്തെ ഇൻകത്തിൽ കാണിക്കണം. അപ്പൊ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇടുകയാണ്. എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇടുന്നത്, സർവീസ് ചാർജ് റെസീവബിൾ എന്നോ അല്ലെങ്കിൽ അക്രൂഡ് സർവീസ് ചാർജ് എന്നോ നമുക്ക് എങ്ങനെ ഇടാം. അക്രൂഡ് സർവീസ് ചാർജ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഈ 10,000 ഡെബിറ്റ് ചെയ്യും. കാരണം ഇത് നമ്മുടെ ഒരു അസറ്റാണ്. അപ്പൊ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചു. അപ്പൊ പിന്നെ സർവീസ് ചാർജ് റെസീവബിൾ എന്നോ അല്ലെങ്കിൽ അക്രൂഡ് സർവീസ് ചാർജോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 10,000 ഡെബിറ്റ് ചെയ്യുന്നു. ടു നമ്മൾ എന്ത് ചെയ്യണം, സർവീസ് ചാർജ് എന്ന് പറഞ്ഞ ഇൻകം, സർവീസ് ചാർജ് എന്ന് പറഞ്ഞ ഇൻകം കൂടണം. ഇൻകം കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട്. ഇൻകം കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻകം കൂടാൻ വേണ്ടി സർവീസ് ചാർജ് എന്ന് പറഞ്ഞ ഇൻകത്തെ നമ്മൾ 10,000 ക്രെഡിറ്റും ചെയ്തു. ഇങ്ങനെ നമ്മൾ പിന്നെ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് സംഭവിക്കാം, ഇവിടെ ആഡ് അക്രൂഡ് സർവീസ് ചാർജ് എന്നോ അല്ലെങ്കിൽ സർവീസ് ചാർജ് റെസീവബിൾ എന്ന് പറഞ്ഞിട്ട് 10,000 കാണിക്കും. അപ്പൊ നമ്മളെ ഇൻകം സൈഡിൽ എമൗണ്ട് കോളത്തിൽ ക്രെഡിറ്റ് സൈഡിൽ 2 ലക്ഷം വന്നു. അപ്പൊ നമ്മുടെ ആ വർഷത്തെ ഇൻകായിട്ട് അത് വന്നു. പക്ഷെ നമുക്ക് ഈ പൈസ കിട്ടിയോ, കിട്ടിയിട്ടില്ല. കിട്ടാത്തത് കൊണ്ട് നമ്മൾ സർവീസ് ചാർജ് റെസീവബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ അക്രൂഡ് സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 10,000 നമ്മുടെ അസറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ഇവിടെ ഇൻകം സൈഡിൽ ആഡ് അക്രൂഡ് സർവീസ് ചാർജ് എന്ന് പറഞ്ഞ 10,000 കാണിച്ച് 2 ലക്ഷം ഇവിടെ വരും ചെയ്യും. നമുക്ക് കിട്ടാനുള്ളത് കൊണ്ട്
ക്യാഷ് കിട്ടിയിട്ടില്ല, നമ്മൾ കിട്ടാനുള്ളതാണ്, നമ്മൾ അസറ്റ് ആണ്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ 10,000 അവിടെയും വന്നിട്ടുണ്ടാവും. ഇതാണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം എന്നൊക്കെ പറയുന്നത്. നേരത്തെ നമ്മൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പഠിച്ചു. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അൺഏൺഡ് ഇൻകം എന്ന് പറയും. നമ്മൾ ഇൻകം ഏൺ ചെയ്തിട്ടില്ല, അതിന് മുമ്പ് നമുക്ക് പൈസ കിട്ടാണ്. അപ്പോൾ അൺഏൺഡ് ഇൻകം എന്നോ അല്ലെങ്കിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞാൽ സെയിം ആണ്. അത് നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റി ആണ്. അതേപോലെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഇൻകം റിസീവബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഇൻകം റിസീവബിൾ എന്ന് പറഞ്ഞപ്പോൾ സർവീസ് ചാർജ് റിസീവബിൾ. എന്താണ് ഇൻകം? കമ്മീഷൻ റിസീവബിൾ. ഇൻകം എന്താണെങ്കിലും അത് റിസീവബിൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കറന്റ് അസറ്റ് ആണ്. അപ്പോൾ ഈ 4 അഡ്ജസ്റ്റ്മെന്റ്, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ 2 അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പറഞ്ഞു, ഇപ്പൊ 2 അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഈ ക്ലാസ്സിലും പറഞ്ഞു. ഈ 4 അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നന്നായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. എന്നിട്ട് ഇന്ന് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.